ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകം കീഴടക്കാനൊരുങ്ങുകയാണ്. യന്തിരനും ടെർമിനേറ്റർ എന്ന ഹോളിവുഡ് സിനിമയുമെല്ലാം കഥയായി പറഞ്ഞത് യാഥാർത്ഥ്യമാകുന്ന കാലം വളരെ അടുത്തെത്തിയിരിക്കുന്നു. അക്യുറസിക്ക് വേണ്ടിയാണ് മനുഷ്യൻ ഇന്ന് മത്സരിക്കുന്നത്. ദൈനംദിന കാര്യങ്ങളിൽ റോബോട്ടുകൾ മനുഷ്യനെ റീപ്ലേസ് ചെയ്യുന്ന കാലം വിദൂരമല്ല. ശാസ്ത്ര കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ വിപ്ലവകരമായ ഇന്നൊവേഷനാണ് തുടക്കമിടുന്നത്. മനുഷ്യനൊപ്പം നിൽക്കുന്ന റോബോട്ടുകൾക്കായി സക്സസ്ഫുൾ ഇന്നൊവേഷനുകൾ നടത്തുകയാണ് മലയാളി യുവാക്കളുടെ ശാസ്ത്ര റോബോട്ടിക്സ് ഇന്ത്യ എന്ന കമ്പനി. ഇതാണ് മാർക്കറ്റിൽ ഉള്ള റോബോട്ട്. അപ്പം ഇതിന് ഹ്യൂമൻസ് ടച്ച് ചെയ്യുന്ന പോലെ തന്നെ ആപ്ലിക്കേഷൻസ് ടെസ്റ്റ് ചെയ്യാം, ടച്ച് സ്ക്രീനിൽ ടെസ്റ്റ് ചെയ്യാം. അതാണ് ഇപ്പോൾ കാണുന്ന ഒരു ഡെമോ ആണ്, ജസ്റ്റ് ഒരു ഡോക്യുമെൻറ്റ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് ടെസ്റ്റ് ചെയ്യാൻ ഒക്കെ ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇത് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഞാൻ ഇടയ്ക്ക് കയ്യിൽ നിന്ന് വെച്ചാലും അത് പ്രശ്നമൊന്നുമില്ല. ഹ്യൂമൻ സേഫാണത്. ലോകത്തെ പ്രധാന ടെക്നോളജി കമ്പനികൾ പലതും മെഷീൻ ടെസ്റ്റുകൾ മാനുവലായി നടത്തുന്നുണ്ട്. ഇത് കൂടുതൽ ആക്യുറസിയോടെ വേഗം ചെയ്യാമെന്നതാണ് ശാസ്ത്ര റോബോട്ടുകളുടെ പ്രത്യേകത. ഇൻഡസ്ട്രികൾ ഉപയോഗിക്കുന്ന റോബോട്ടിക് ടെക്നോളജി താരതമ്യേന കുറഞ്ഞ ചെലവിൽ വികസിപ്പിച്ച ശാസ്ത്ര റോബോട്ടിക്സ് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ഞങ്ങളിവിടെ ചെയ്യുന്നത് മനുഷ്യന് പോസിബിൾ ആവാത്ത കാര്യങ്ങൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ, മനുഷ്യനേക്കാളും നല്ല രീതിയിൽ ആക്യുറേറ്റ് ആയിട്ട് റോബോട്ടിക് ഹാൻഡിനെ കൊണ്ട് ഈ 3 കാര്യങ്ങൾ വെച്ച് അച്ചീവ് ചെയ്യാം. അതിൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് റോബോട്ടിക് ഹാൻഡ്സ് ആണ്. സെല്ല് ചെയ്യുന്നത് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ പ്രയത്നം വരുന്നതും അവിടെയാണ് നമ്മൾക്ക് കൂടുതൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്യേണ്ടത് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട്. ശാസ്ത്രയുടെ റോബോട്ടുകൾ ഇപ്പോൾ സ്റ്റേബിൾ സ്റ്റേറ്റിലാണ്. അമേരിക്കയിലെ സിലിക്കൺ വാലിയിൽ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലുള്ള ഇവന്റുകളിൽ ശാസ്ത്ര റോബോട്ടിക്സ് പങ്കെടുത്തു കഴിഞ്ഞു. നമ്മൾ പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലായിട്ട് ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണോ ഒരു യൂസർ യൂസ് ചെയ്യുക ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് അത് ഏത് പോയിന്റിൽ ബ്രേക്ക് ആവുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഭയങ്കര ഹെവി റോബോട്ട്സ് ഒക്കെ ആണെങ്കിൽ അതിന് സ്പെഷ്യൽ സെക്യൂരിറ്റി കേജിങ്, സേഫ്റ്റി മെഷർമെൻറ്റ്സ് ഒക്കെ വേണം. ഹ്യൂമൻസിനെ ടച്ച് ചെയ്തിരിക്കാനൊക്കെ ഭയങ്കര ഫോഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ ആ ഫോഴ്സ് ഒക്കെ മെഷർ ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്ക് കൂടുതലും ഹ്യൂമൻസ് അലോങ് സൈഡാണ് ഇത് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊന്ന് ഇപ്പോൾ ഈ ഫോഴ്സ് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് ഡിഫറെൻറ്റ് ടച്ച് സെയിം യൂണിറ്റ് യൂസ് ചെയ്തുകൊണ്ട് ടച്ച് സ്ക്രീനിൽ പല ഫോഴ്സിൽ നമുക്ക് പ്ലസ് ഓർ മൈനസ് ഓരോ 1 ഗ്രാം ഇൻക്രിമെൻറ്റ്സിൽ നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യാം. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റേജിൽ ടെക്നോളജി ബ്രാൻഡായ ബോഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ശാസ്ത്രയുടെ കൺസെപ്റ്റ് തന്നെ ചേഞ്ച് ചെയ്യാൻ ഈ സ്റ്റാർട്ടപ്പ് കമ്പനിയെ സഹായിച്ചത്. തുടർന്ന് HCL ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് വേണ്ടി റോബോട്ടിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായി. ഇതിനിടയിൽ KSIDCയുടെ സീഡ് ഫണ്ട് കമ്പനിക്ക് ലഭിച്ചു. മികച്ച സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനായി പ്രവർത്തിക്കുന്ന പ്രമുഖരായ മെന്റേഴ്സിനെ കണ്ടെത്താനായതും ശാസ്ത്ര റോബോട്ടിക്സിന് വഴിത്തിരിവായി. അങ്ങനെയാണ് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ലഭിച്ചതും. അവരുടെ ഒരു അപ്രോച്ച് ടുവേർഡ്സ് ഡൂയിങ് ബിസിനസ്, ഐ തിങ്ക് ദാറ്റ് ഈസ് ഐ ലൈക്ക് very much because that mostly resonates with what I think. That's probably why. നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജിയായ ജസ്റ്റർ സെൻസറുകളാണ് ശാസ്ത്രയുടെ ഫ്യൂച്ചർ പ്ലാൻ. ഇൻഡസ്ട്രിയൽ റോബോട്ടിക്സ് മാർക്കറ്റ് 2022 ആകുമ്പോൾ $800 കോടി ആകുമെന്നാണ് കണക്ക്. ആ വിപണിയിലേക്കാണ് ശാസ്ത്രയും കടന്നു ചെല്ലുന്നത്. പാലക്കാട് ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഈ യുവ റോബോട്ടിക് എഞ്ചിനീയർമാർ.